ഹെൽപ്പ് മീ ലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്ന് നോക്കിയാൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശതകുപ്പയുടെ ഇല കൊണ്ടുള്ള ഒരു ബാജിയാണ്. ഞാൻ നേരത്തെ വിചാരിച്ചത് ഇത് പെരിഞ്ജീരകത്തിന്റെ ഇലയാണെന്ന്. കാരണം പെരിഞ്ജീരകത്തിന്റെ ഇലയും ശതകുപ്പയുടെ ഇലയും ഒരുപോലെയൊക്കെ ഇരിക്കും. പിന്നീട് ഞാൻ കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് പെരിഞ്ജീരകമല്ല ശതകുപ്പ എന്നാണ് മനസ്സിലായത്. ഇത് ഇവിടെ മറാഠിയാണോ ഹിന്ദിയാണോ എന്നറിയത്തില്ല. ഷേപ്പു എന്ന് പറയും, സേപ്പു എന്ന് പറയും. ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഈ ഇല കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ബാജി. ആദ്യം നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം. വേരോടാ നമുക്ക് കിട്ടുന്നേ. ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ വേര് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. തണ്ട് ഇളം തണ്ട, മുറ്റിയതൊന്നുമല്ല. അപ്പൊ തണ്ട് ഉൾപ്പെടെയാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഈ മൂട് ഭാഗം ഇങ്ങനെ ഒത്തിരി വേണ്ട, ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. പക്ഷെ ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ, കാരണം അധികം മുറ്റിയതല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഈ ഇലക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഈ മണം. നല്ല സ്ട്രോങ് മണമാണ്. അപ്പൊ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാണിച്ചത്. ഇതേ കണ്ടോ, ഈ അളവിലാണ് കട്ട് ചെയ്യുന്നത്. ചീനച്ചട്ടി ചൂടായി, അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി, അതിലേക്ക് ഒരു സ്പൂൺ ജീരകം. ഇതിന് കടുകല്ല, ജീരകമാണ് ചേർക്കുന്നത്. ചെറിയ ജീരകം, നല്ല ജീരകം. ജീരകം പൊട്ടി, അതിലേക്ക് ഒരു 2 നുള്ള് കായപ്പൊടി, 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് നിങ്ങളുടെ എരി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാമേ, കാരണം ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യില്ല. കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ഇങ്ങനെ ആയാൽ മതി. ഇതിലേക്ക് ഒരു സവാള. അപ്പൊ ഇപ്പോഴത്തെ സവാളയുടെ വില അനുസരിച്ചാ ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. വിലയൊന്നും പ്രശ്നമില്ലാത്തവർ, സവാള വീട്ടിൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 2 സവാള എടുത്തു കേട്ടോ. ഉപ്പ് ആവശ്യത്തിന്. ഇതൊന്ന് മൂക്കട്ടെ. ഒത്തിരി അങ്ങ് നമ്മൾ ഈ ചിക്കൻ കറിക്കൊക്കെ ചെയ്യുന്ന കണക്കൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. ഒന്ന് കളറ് മാറി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്, ഇത് ചനാ ദാള് ഞാൻ 3 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെള്ളം തോരാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. നമ്മൾ എത്രയും കൂടുതൽ കുതിർക്കുന്നോ അത്രയും പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കുതിർക്കുന്നത്. നിങ്ങൾക്ക് ഈ ചനാ ദാൾ, അതായത് കടലയുടെ ഡാൾ പരിപ്പ് കടലപ്പരിപ്പ്, അതായത് ചനാ ദാൾ എന്ന് പറയുന്ന കടലപ്പരിപ്പ്, വടപ്പരിപ്പ്, ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മൂങ്ക് ഡാൾ, അതായത് ചെറുപയറിന്റെ പരിപ്പ്, അത് വേണമെങ്കിലും യൂസ് ചെയ്യാമേ. ഇതിപ്പോ ഞാനൊരു 1/2 ഗ്ലാസ് പരിപ്പ് എടുത്ത് കുതിർത്തതാ. വെള്ളം ഒട്ടും ചേർക്കരുത്, കാരണം നമ്മുടെ ഈ ഇലയെന്ന് പറയുന്നത് വെള്ളം ഇറങ്ങും അതിൽ നിന്നും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മീഡിയം തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവട്ടെ. അടുക്കി പിടിക്കുന്നൊന്ന് നോക്കണേ ഇടയ്ക്ക്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയായിരുന്നേ. ഇതിന്ന് ഒരു പരിപ്പെടുത്ത് നോക്കാം, ഒന്ന് വെന്തോന്ന് ഒന്ന് ചവച്ച് നോക്കാം. മുക്കാലും വെന്തു. അതായത് നമ്മൾ എത്രയും കൂടുതൽ വെള്ളത്തിൽ കുതിർക്കുന്നോ അത്രയും പെട്ടെന്ന് വെന്ത് കിട്ടുമേ. ഇത് നമുക്ക് പരിപ്പങ്ങ് ഒത്തിരി വേവരുത്, അതാണ് നമുക്ക് തോരനകത്ത് അത് കടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് ഈ ഇല ചേർത്ത് കൊടുക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നല്ലതുപോലെ പോയിട്ടേ അരിയാവൂ കേട്ടോ. അതായത് കഴുകിയിട്ട് ഒരു കണ്ണോപ്പയിലെങ്ങാണോ ഇല ഇട്ട് വെക്കണം, വെള്ളം പോകാനായിട്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ഇലക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങുവേ. അപ്പൊ ഈ ഇല ഇപ്പൊ ഒന്ന് ചുരുങ്ങും, ഒരു ഇച്ചിരി കാണത്തുള്ളൂ. പിന്നെ ഈ പരിപ്പിന്റെ എടുപ്പേ കാണത്തുള്ളൂ നമ്മുടെ തോരന്. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഓഫീസിൽ ഒരു മഹാരാഷ്ട്രൻ കുട്ടി മനീഷ, ഇത് എന്നും അവളുടെ ടിഫിന് ചപ്പാത്തിക്ക് ഇതായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ വേറെ ഭാജി ഒന്നും കൂട്ടത്തില്ലേ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു അവളുടെ ഇളയ ആങ്ങളയ്ക്ക് ഈ ഭാജി ഇല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഫുഡ് ഒന്നും കഴിക്കില്ല. അപ്പൊ 365 ദിവസവും ബോംബെയിൽ കിട്ടുന്ന ഒരു ഇലയായത്. അപ്പൊ എന്നും അവളുടെ വീട്ടില് ഈ ഭാജി മസ്റ്റായിട്ടും വേണം.
അല്ലെന്നുണ്ടെങ്കിൽ ആ പയ്യൻ ഫുഡ് കഴിക്കത്തില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. അതിൽ പിന്നെ ഞാനിതിൻ്റെ അഡിക്റ്റ് ആയെന്ന് തന്നെ പറയാം. അപ്പം മിക്കവാറും ഞാനിത് മേടിക്കാറുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഒരു 3 മിനിറ്റ് കൂടെ നമുക്ക് ചെറു തീയിൽ അടച്ചിട്ട് വേവിക്കാം. കാരണം ഡാള് കുറച്ചുകൂടി വേവാനുണ്ടല്ലോ, അതും പരുവമായിട്ട് നമുക്ക് വെന്ത് കിട്ടണം. ഇപ്പൊ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് കണ്ടോ, ഇല മൊത്തം നന്നായിട്ട് ചുരുങ്ങിയത്. ഇനി ഇതിൽ വെള്ളം അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ലേശം നമുക്ക് തീ കൂട്ടിയിട്ടൊന്ന് ട്രൈ ആക്കി എടുക്കാം. ഇത് പക്ഷേ വെള്ളമൊന്നും അങ്ങനെയില്ല, കറക്റ്റ് പരുവമാണേ. അതുപോലെ നിങ്ങളുടെ പരിപ്പ് നന്നായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ ചെറു തീയിൽ കുറച്ച് നേരം കൂടി അടച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ പരിപ്പെല്ലാം കറക്റ്റ് പരുവമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ഷെപ്പു ബാജി റെഡി ആയിട്ടുണ്ട്. കൂടുതലും മഹാരാഷ്ട്രൻസിന്റെ ഒരു ബാജിയാണ് ഇത്. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ബൈ. ഗോഡ് ബ്ലസ് യു.